Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഒരു പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഒരു കസ്റ്റമർ ആ പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം. എന്താണ് ട്രസ്റ്റ്? വിശ്വാസം. ആ പ്രോഡക്റ്റിലും സർവീസിലുമുള്ള ഒരു വിശ്വാസം. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ളത്, അതിന്റെ ഗ്യാരണ്ടിയെ കുറിച്ചിട്ടുള്ളത്, അതിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ആ വിശ്വാസം ആദ്യം നമുക്കുണ്ടാവുകയും അവർക്ക് കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും കഴിഞ്ഞാൽ മാത്രമാണ് അത് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രോഡക്റ്റിലുള്ള ട്രസ്റ്റ് നമുക്കുണ്ടാകണം. ആ ട്രസ്റ്റ് നമ്മൾ വിൽക്കാൻ ഏൽപ്പിക്കുന്നവരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശ്വാസം നമുക്കുണ്ടാവണം. ആ വിശ്വാസം അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ആ കൊടുത്ത വിശ്വാസത്തോടു കൂടി കൺസ്യൂമറിലേക്ക് അത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമ്മുടെ ഡീലർക്കോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്കോ സാധിച്ചിരിക്കണം. ഒരു പ്രോഡക്റ്റിലുള്ള വിശ്വാസം കൃത്യമായിട്ട് അത്ര ഒരു ഡീപ്പ് റൂട്ടഡ് ഹാബിറ്റായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ പതിയാതിരിക്കുമ്പോൾ കോൺഫിഡൻസോടെ, ആത്മവിശ്വാസത്തോടെ അത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി, കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ, പ്രോഡക്റ്റിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. സെക്കൻഡ് വൺ, റീസണബിളായ പ്രൈസിലായിരിക്കണം നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്. റീസണബിൾ പ്രൈസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യായമായ വില. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. മാന്യമായ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്നും മാർജിൻ, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് കൺസ്യൂമറിലേക്ക് ആ പ്രോഡക്റ്റ് വിൽക്കേണ്ടതാണ്. അപ്പോൾ റീസണബിളായ പ്രൈസിൽ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കണം. വളരെയധികം വില കൂട്ടി അമിതമായ ലാഭം എന്ന മോഹത്തോടു കൂടി ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് വിറ്റാൽ മാർക്കറ്റിൽ അത് പിടിച്ചു നിൽക്കാൻ പ്രയാസം വരും. എന്തുകൊണ്ടാണ്? ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകൾ വളരെ സുലഭമായിട്ട് ലോക്കൽ ബ്രാൻഡുകൾ, ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകൾ, ക്വാളിറ്റി കുറച്ച് എങ്ങനെ പെർഫോമൻസ് കൂട്ടാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത്, ആ ക്വാളിറ്റിയെക്കുറിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. ഒപ്പം തന്നെ റീസണബിളായ പ്രൈസിൽ, മാന്യമായ വിലയ്ക്ക് ആ പ്രോഡക്റ്റ് വിൽക്കാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ നമ്മളെപ്പോലുള്ള പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അതർ കമ്പനീസ്, അത് മാർക്കറ്റിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോമ്പറ്റീറ്റേഴ്സിന് കൃത്യമായി സ്റ്റഡി നടത്തുകയും അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ ഗ്യാരണ്ടി എന്താണ്, അതിന്റെ പെർഫോമൻസ് എന്താണ്, പ്രൈസിങ്ങിലുള്ള വേരിയേഷൻ എന്താണ്, അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ, കസ്റ്റമറെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയും ആ കോമ്പറ്റീറ്ററെ കംപ്ലൈൻറ്റ് പറയാതെ, അയാളെ കുറ്റം പറയാതെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനും പറ്റണം. കുറ്റം പറയുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ആയിരിക്കും ആ ഷോപ്പുകാരൻ, ആ റീറ്റെയിൽ ഷോപ്പുകാരൻ അല്ലെങ്കിൽ ആ കസ്റ്റമർ വിറ്റുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്കുള്ള ക്വാളിറ്റി എന്തൊക്കെയാണ്, പെർഫോമൻസിനുള്ള വ്യത്യാസങ്ങൾ എന്താണ്, നമ്മുടെ ക്വാളിറ്റി മാത്രം അവരുടെ മുന്നിൽ നിരത്താൻ സാധിക്കണം. നമ്മുടെ പ്രൈസ് എന്താണ്, അതിൻ്റെ MRP എന്താണ്, അതിൽ നിന്നും എത്ര മാർജിൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പെർഫോമൻസ് കൂടുതലാണ്, ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്, ഇതിൻ്റെ ഗ്യാരണ്ടി ഇത്ര വർഷത്തോളം ഉണ്ട്, നമ്മുടെ ആഫ്റ്റർ സർവീസ് ബെറ്റർ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരത്തി കോമ്പറ്റീറ്റേഴ്സിനെ അതിജീവിച്ച് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി നോക്കും. ക്രെഡിറ്റ് ആവശ്യത്തിലധികം കൊടുക്കാതെ വളരെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ക്രെഡിറ്റ് ഫെസിലിറ്റി ആ കസ്റ്റമറെ പഠിച്ച ശേഷം കൊടുക്കാൻ തയ്യാറായാൽ, അങ്ങനെ ഒരു ട്രസ്റ്റ്, അങ്ങനെ ഒരു റാപ്പോ നിങ്ങൾക്ക് പരസ്പരം ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഒരു കാരണവശാലും കൂടുതൽ ക്രെഡിറ്റ് കൊടുത്ത് ആ കസ്റ്റമറെ വഷളാക്കരുത്.
എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ക്രെഡിറ്റ് കൂടുതൽ കൊടുക്കും തോറും ആ കസ്റ്റമറും അയാളുടെ എൻ കൺസ്യൂമറിന് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറാകും എന്നുള്ള റിയാലിറ്റി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കസ്റ്റമർ റിട്ടൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ ചോദിച്ചാൽ, ഒരു ഡീലർ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ചോദിച്ചാൽ, എൻ കൺസ്യൂമർ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളുടെ സ്റ്റോക്ക് പൊസിഷൻ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ആ കസ്റ്റമർ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ആ പ്രതീക്ഷ നശിപ്പിച്ച് കളയരുത്. ആ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ബിസിനസ്സിനെ കൊണ്ടെത്തിക്കരുത്. ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ, ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കുക. അവർ ചോദിക്കുന്ന കൃത്യസമയത്ത് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. കാരണം അവർ ചോദിക്കുന്നത് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെയാകുമ്പോഴാണ്. ഒരു കസ്റ്റമർ അതിന് നീഡായിട്ട് ആവശ്യമായിട്ട് വരുമ്പോഴാണ്. ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങളെന്ന ഡീലർക്കോ നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടർക്കോ സാധിച്ചിരിക്കണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതൊരു സ്കില്ലാണ്, അതൊരു ഇടപെടലാണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്മൈലുണ്ട്, ഐ കോണ്ടാക്റ്റ് ഉണ്ട്, ലിസണിങ് ഉണ്ട്. എല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് സെയിൽ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് നല്ല പെരുമാറ്റമുണ്ട്. ഒരു കസ്റ്റമറോട് എന്തോ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ മൂർഖനെ പോലെ സംസാരിക്കാതിരിക്കുക. മയത്തോടെ, സ്നേഹത്തോടെ സംസാരിക്കാൻ ശീലിക്കുക. ഇന്റർപേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പൊതുസമൂഹവുമായി ഇടപഴകാനുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ ഫീലിംഗ് ആ കസ്റ്റമറായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇതിനകത്ത് കുറച്ച് സ്നേഹം സൂക്ഷിക്കണം. മനുഷ്യരോട് സ്നേഹത്തോടെ, മനുഷ്യത്വപരമായിട്ട്, മാനവികതയോടെ പെരുമാറാൻ ശീലിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ് പേഴ്സണ് വേണ്ട ആദ്യത്തെ സ്കില്ല്. ഓൾ ദ ബെസ്റ്റ്.